വയനാട് സുൽത്താൻ ബത്തേരിയിൽ വീട്ടിൽ ആളില്ലാത്തപ്പോൾ ജപ്തി നടപടിക്കെത്തിയ ബാങ്ക് ജീവനക്കാരെ തടഞ്ഞ സിപിഐ കിസാൻ സഭ നേതാക്കളും പ്രവർത്തകരും. ബത്തേരി കോട്ടക്കുന്ന് വില്ലോത്ത് ജോൺസന്റെ വീടാണ് ജപ്തി ചെയ്യാനെത്തിയത്. പ്രവർത്തകർ ഫെഡറൽ ബാങ്കിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സുൽത്താൻ ബത്തേരി കോട്ടക്കുന്ന് വില്ലോത്ത് ജോൺസന്റെ വീടാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കോടതി ഉത്തരവുമായി സുൽത്താൻ ബത്തേരി ഫെഡറൽ ബാങ്ക് ശാഖ അധികൃതർ ജപ്തി ചെയ്യാനെത്തിയത്. ഈ സമയം ജോൺസണും കുടുംബവും സ്ഥലത്തില്ലായിരുന്നു. തുടർന്നാണ് വീട്ടുകാർ ഇല്ലാത്ത സമയത്ത് ജപ്തി നടപടികൾക്കൊരുങ്ങിയ ബാങ്ക് ജീവനക്കാരെ സിപിഐ ജില്ലാ സെക്രട്ടറി EJ ബാബുവിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തടഞ്ഞത്. വീടിന്റെ മുന്നിലെയും പിന്നിലെയും വാതിലുകൾ തകർത്ത് അകത്ത് കടന്ന ബാങ്ക് ജീവനക്കാരുടെ നടപടി നീതീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. പൂട്ടിയിട്ട ഒരു വീട് കുത്തി തുറന്ന് അത് ജപ്തി ചെയ്യാനുള്ള നടപടിയാണ് ബത്തേരിയിലെ ഫെഡറൽ ബാങ്ക് അധികൃതർ ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ ഉടമ പ്രൊഫസർ താര ഫിലിപ്പ് അവർ സ്ഥലത്തില്ല, അവരുടെ ഭർത്താവ് സ്ഥലത്തില്ല എന്ന്. അവർ സ്ഥലത്തില്ലാത്ത തക്കം നോക്കിയിട്ട് അവർക്ക് അടയ്ക്കാനുണ്ട് എന്ന് പറയുന്ന തുകയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട് കുത്തിപ്പൊളിച്ചതിൻ്റെ അകത്ത് കയറി അവർ അതിക്രമം കാണിച്ചുകൊണ്ട് ജപ്തി നടപടിയായിട്ട് മുന്നോട്ട് പോയപ്പോൾ CPIയുടെയും കിസാൻ സഭയുടെയും നേതൃത്വത്തിൽ ഈ അധികൃതരുടെ നടപടി ഞങ്ങൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അവർ പിന്നെ ഇവിടുന്ന് ജപ്തി നടപടി നിർത്തി അവർ പോയിരിക്കുകയാണ്. ഇത് മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ജപ്തി നടപടികൾ തടഞ്ഞ പ്രവർത്തകർ ചുള്ളിയോട് റോഡിൽ ഫെഡറൽ ബാങ്ക് ശാഖയ്ക്ക് മുന്നിലെത്തി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും ചെയ്തു. കോട്ടക്കുന്നിലെ പുരയിടവും 3 ഏക്കർ സ്ഥലവും പണയപ്പെടുത്തിയാണ് ലോൺ എടുത്തിരുന്നത്. ഇതിൽ പകുതിയിലേറെ തുക തിരിച്ചടച്ചതായി വീട്ടുകാർ പറയുന്നു. അതേസമയം ജപ്തി നടപടിക്കെത്തിയപ്പോൾ പ്രതിഷേധക്കാർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്തെന്നും ഇയാൾ ചികിത്സ തേടിയതായും ബാങ്ക് അധികൃതർ പറഞ്ഞു. ന്യൂസ് മലയാളം, വയനാട്.